ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനേ കിച്ചണിലാട്ടോ വീഡിയോ എടുക്കുന്നത്. ആകാശക്കുട്ടിക്ക് മമ്മൊക്കെ കൊടുത്തിട്ട് ആ കുട്ടി അവിടെ കിടക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ആകാശയ്ക്ക് കിടത്തി കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് ചപ്പാത്തി കൊടുത്തു കേട്ടോ, പാലിൽ കുതിർത്തിട്ട്. അപ്പോൾ അവിടേക്ക് ചപ്പാത്തി കൊടുത്തു. പിന്നെ 2 മെഡിസിൻ ഉണ്ടായിരുന്നു, ഫിക്സിൻ്റെയും പിന്നെ കൈറ്റിൻ്റെ ബാക്ക്ലഫിൻ്റെ ലേപ്പിലൊക്കെ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുഞ്ഞവിടെ കിടക്കുക. TV ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അപ്പോൾ ആ കുട്ടിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, മോളെ അമ്മ ഒരു കുറച്ച് നേരം ഒന്ന് വീഡിയോ എടുത്തിട്ട് വരാമേ, കാരണം വീഡിയോ എടുക്കാൻ സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം വരുമോ? അങ്ങോട്ട് സമയം ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ആവുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് എങ്കിൽ പിന്നെ നിങ്ങളോട് കുറച്ച് വിശേഷം കൂടെ പറയാമെന്ന് വിചാരിച്ചു. പിന്നെ ആകാശമൊക്കെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നമുക്ക് ചെറുതായിട്ട് കോൾഡൊക്കെ ഉണ്ട്. കോൾഡ് എന്ന് വെച്ചാൽ മൂക്കൊലിപ്പ് അങ്ങനെ. ആക്ച്വലി അവൾക്ക് മൂക്കൊലിച്ച് പോവില്ല കേട്ടോ, മൂക്കൊലിപ്പില്ല, പക്ഷേ ഒരു കുറുകുറുന്നൊരു പ്രശ്നമുണ്ട്. എന്നാലും കുഴപ്പമില്ല, അവൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഫിസിയോ ചെയ്യുന്നുണ്ട്, മെഡിക്കൽ കുട്ടിയായിട്ടിരിക്കുന്നു. അപ്പോഴാണെങ്കിൽ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഫിസിയോ ഇല്ല കേട്ടോ, ഇന്ന് സൺഡേ വ്ളോഗാണേ. അപ്പോൾ ഇന്ന് ഫിസിയോ ഇല്ല. അപ്പം മിയാമോക്ക് നാളെ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. അതുകൊണ്ട് അവൾ ഇന്ന് വന്നിട്ടില്ല. സാധാരണ സൺഡേ രാവിലെ വരുന്നതാട്ടോ. അപ്പോൾ ഇന്ന് അവൾ വന്നിട്ടില്ല. അപ്പം അവൾ ചിലപ്പോൾ ഉച്ച കഴിഞ്ഞ് വരുമായിരിക്കും, കാരണം ഇപ്പോൾ ചേച്ചിക്ക് വൈകിട്ട് ജോലിക്ക് പോകണം. അപ്പോൾ അതിനു മുമ്പ് അവളെ പഠിപ്പിക്കണമല്ലോ. ഞാനാണെങ്കിൽ അവിടെ കാര്യം ഒന്നും നോക്കില്ല, നിങ്ങൾക്കറിയാലോ. അവൾ ചേച്ചിമാരുടെ കൂടെ അവരാണ് അവിടെ എല്ലാ കാര്യവും നോക്കുന്നത്. അപ്പോൾ നാളെ എക്സാം ആയതുകൊണ്ട് കുറച്ചെങ്കിലും പഠിക്കണമല്ലോ. ഇവിടെ വന്നിരുന്ന പഠിപ്പ് നടക്കത്തില്ലെന്നേ, TV ആണെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. കാരണം ഈ ആകാശങ്ങളിലൂടെ TV ആണെങ്കിലും കളിയും മാത്രമേ നടക്കുകയുള്ളൂ. പിന്നെ രാത്രി ആകുമ്പം പിന്നെ അവൾക്ക് ഉറക്കവും വരും. അതുകൊണ്ട് ഇപ്പോൾ ചേച്ചി കുറച്ച് നേരം പിടിച്ചിരുന്ന് പഠിപ്പിക്കും കേട്ടോ. അപ്പം അച്ഛക്ക് ഇന്ന് വർക്കുണ്ടായതുകൊണ്ട്, അച്ഛൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നേനെ കേട്ടോ. അപ്പം അങ്ങനെ പോയേക്കുന്നു. അപ്പോൾ അവൾക്ക് നാളെ എക്സാം. ആ കുട്ടിക്ക് നാളെ ഉള്ളു, ഫിസിയോ ഇന്നില്ല. പിന്നെ ഞങ്ങൾ കല്യാണത്തിനൊക്കെ പോയി സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു? പിന്നെ ഞാനൊരു സങ്കടം പറയാനുണ്ട് കേട്ടോ നിങ്ങൾക്ക്, നിങ്ങളുടെ അടുത്ത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദൂട്ടിയുടെ കാര്യം, ഇത് ഞാൻ പറയുന്ന ആകാശയുടെ കാര്യം. ആകാശ എന്നാട്ടോ എൻ്റെ മോളെ പേര്. അതിനെ ഞാൻ ആകൂട്ടി എന്ന് വിളിക്കുന്നത്. ഞാനിപ്പോൾ പറയുന്ന ആദൂട്ടിയുടെ ആദിമോനുണ്ടല്ലോ, ആദിമോൻ. ആ കുഞ്ഞിനെ പറ്റിയിട്ടാട്ടോ അവർ ഇങ്ങനെ മോശമായിട്ട് കമൻ്റൊക്കെ ഇടുന്നത് ഞാനും കണ്ടു കേട്ടോ. എനിക്ക് ഒത്തിരി സങ്കടമായി. കാരണം നമുക്ക് ഒരു വാക്കുകൊണ്ട് ഒരാളെ വേദനിപ്പിക്കാനും പറ്റും, ഒരു വാക്കുകൊണ്ട് ഒരാളെ സന്തോഷിപ്പിക്കാനും പറ്റും. പിന്നെ ഛേദമില്ലാത്തൊരു ഉപകാരമാണല്ലോ ഒരു വാക്കുകൊണ്ട് ഒരാളെ സന്തോഷിപ്പിക്കാമെന്ന് വെച്ചാൽ. നമ്മുടെ കയ്യിലുള്ളത് അത് മാത്രമാണല്ലോ. നമ്മളിപ്പോൾ പണം കൊടുത്തോ വീട് കൊടുത്തോ സ്വത്ത് കൊടുത്തോ ഒന്നും സന്തോഷിപ്പിക്കാനൊന്നും പറ്റാത്ത സ്ഥിതിക്ക് നമുക്കൊരു വാക്കുകൊണ്ട് ഒരാളെ സന്തോഷിപ്പിച്ചുകൂടെന്നേ. പ്രത്യേകിച്ച് ആ കുഞ്ഞിനെയൊക്കെ എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നേ. എൻ്റെ മോളെ പോലെ ഒരു കുഞ്ഞ്, കാരണം ആ കുഞ്ഞങ്ങനെ ആവാൻ ആ അമ്മ എന്തോരം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും കേട്ടോ. കാരണം ഞാൻ ആകാശമോളെ നോക്കുന്നുണ്ട്, അങ്ങനെ ഒരു മോളാണ് എനിക്കുള്ളത് കൊണ്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും ആ കുഞ്ഞിൻ്റെ ആ അമ്മയുടെ സാഹചര്യം എന്താണെന്ന്, അവസ്ഥ എന്താണെന്ന്. പക്ഷേ നമ്മുടെ ദുഃഖങ്ങൾ ഇനി ഒരാളടുത്ത് പറയുമ്പോൾ അവർക്കത് എങ്ങനെയാണ് മനസ്സിലാവുന്നതെന്ന് നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം അവർക്ക് അത് ജസ്റ്റ് ഒരു കേൾവി മതി. ചിലപ്പം നിങ്ങൾ പലർക്കും ചിലപ്പോൾ തോന്നുന്നുണ്ടാകും നിങ്ങൾക്കും അത് മനസ്സിലാവുന്നോ എന്ന് എനിക്ക് ഡൗട്ടാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളെടുക്കുന്ന എഫേർട്ട്, നമ്മളെടുക്കുന്ന ടെൻഷന്, നമ്മളെടുക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളുടെയൊക്കെ ലൈഫ് പോകുന്നത് ചിലപ്പോൾ ക്ലോക്കിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ കാര്യങ്ങളും സമയങ്ങളും പോകുന്നത്. നമ്മുടെയൊക്കെ കാര്യങ്ങൾ പോകുന്നത് അങ്ങനെയല്ല. ഞങ്ങളൊക്കെ ഈ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളനുസരിച്ചാട്ടോ പോകുന്നത്. എന്നെ സംബന്ധിച്ച് അങ്ങനെ തന്നെ കേട്ടോ. കാരണം ഞാൻ ടൈം നോക്കുന്നത് എന്തിനാണ്, കുഞ്ഞിന് ഫുഡ് കൊടുക്കാനാണ് ഞാൻ പ്രത്യേകിച്ച് ടൈം നോക്കുന്നത്. അല്ലാതെ ഞങ്ങളുടെ ലൈഫ് പോകുന്നത് മൊത്തം ആകാശയെ ബേസ് ചെയ്തുകൊണ്ടാണ്. കാരണം അവളെ എഴുന്നേൽക്കുമ്പോഴാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. കാരണം അവൾ എഴുന്നേൽക്കുമ്പം ആരെങ്കിലും കാണണം, എന്നെ കാണണം, അല്ലെങ്കിൽ അവൾക്ക് പ്രശ്നമാണ്. അപ്പം അവൾ എഴുന്നേൽക്കുമ്പോഴാണ് കുഞ്ഞ് എഴുന്നേറ്റ് അവൾക്ക് മുഖം കഴുകി അവളെ ബ്രഷൊക്കെ ചെയ്ത് അവൾക്ക് രാവിലത്തെ വെള്ളവും തേയിലവെള്ളവും കോഫിയും ഒക്കെ കൊടുത്ത് ഉച്ചയ്ക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ എൻ്റെ പരിപാടിയിലോട്ട്. കാരണം ഞാൻ ഇപ്പോഴാട്ടോ ബ്രഷ് ചെയ്തത്. ഇപ്പോൾ ഏകദേശം എത്ര മണിയാകും മോളെ, ആശമോളെ? എനിക്ക് തോന്നുന്നു ഇപ്പം 2 മണിയായെന്ന് തോന്നുന്നു. അവിടെ ഇല്ലേ കുഞ്ഞ് ലേറ്റായിട്ടാട്ടോ എഴുന്നേൽക്കും. നമ്മൾ 9 മണിക്ക് എഴുന്നേൽക്കുള്ളൂ. ഞാനിത്തിരി നേരത്തെ എഴുന്നേറ്റാലും അവിടെ കൂടി ഇരുന്നിട്ട് കൊന്ത ചൊല്ലിയും ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്യത്തേ ഉള്ളൂ കേട്ടോ. കാരണം എഴുന്നേറ്റ് പോവില്ല. അപ്പം
അവൾക്ക് ഫുഡെല്ലാം കൊടുത്ത് പിന്നെ 2 മെഡിസിൻ തന്നെ നമ്മൾ അടുപ്പിച്ച് 2 മെഡിസിൻ കൊടുക്കാൻ പറ്റില്ല. ഒരു മെഡിസിൻ കൊടുത്ത് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത മെഡിസിൻ കൊടുക്കാൻ പറ്റും. കാരണം ഇവൾക്ക് കുഞ്ഞിന് കിടത്തി ആഹാരം കൊടുക്കുന്നുണ്ട് ദഹിക്കാൻ കഷ്ടമായിരിക്കും. കാരണം അവൾക്ക് പുറത്തോട്ട് ഇങ്ങനെ കക്കത്തില്ലേ, അങ്ങനെ വരും. അതുകൊണ്ട് ഞാൻ അവൾക്ക് ഫുഡ് കൊടുത്ത് പിന്നെ 10 മിനിറ്റ് 15 മിനിറ്റ് ഈ 15 മിനിമം 15 മിനിറ്റ് എടുക്കൂടാ. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത മെഡിസിൻ കൊടുക്കുകയുള്ളൂ. അപ്പം അങ്ങനെയാണ് ഞങ്ങളൊക്കെ ടൈം അഡ്ജസ്റ്റ് ആവുന്നത്. എന്നിട്ട് കുഞ്ഞിന് ഫുഡൊക്കെ കൊടുത്ത് അവളെ ഫുഡ് കൊടുത്ത ഉടനെ കുഞ്ഞിനെ കിടത്താൻ പറ്റില്ല കേട്ടോ. 1 അവർ അവൾക്ക് അത് ദഹിക്കാൻ വേണ്ടി 1 അവർ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും കേട്ടോ, ഇല്ലെങ്കിൽ വീൽ ചെയർ ഇരുത്തും. എന്നിട്ട് ശേഷമാണ് പിന്നെ അവിടെ പരിപാടി എല്ലാം കഴിഞ്ഞ് കുഞ്ഞിന് TV ഇട്ട് കൊടുത്ത് അവളെ സേഫാക്കി കിടത്തിയതിന് ശേഷം മാത്രമാണ് ഞാൻ എൻ്റെ പരിപാടിയിലോട്ട് വന്നത്. ഞാൻ ഇപ്പോഴാണ് പല്ല് തേച്ചിട്ട് വന്നത്. രാവിലെ ഒരു ചായ കുടിക്കും കേട്ടോ, ചായ കുടിക്കും, പല്ല് കേൾക്കാത്തുള്ള ചായ. അപ്പോൾ രാവിലെ ഞാൻ ചായ കുടിച്ച് 2 ബിസ്ക്കറ്റും കഴിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മോളെ കിടത്തി അവൾ ഓക്കെ ആയതിന് ശേഷം മാത്രമാണ് എനിക്ക് 2 ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ചോറ് റെഡി ആയിട്ടുണ്ട്. പിന്നെ കുഞ്ഞിന് ഉച്ചക്കത്തേക്കുള്ള ഇടയ്ക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും കൊടുക്കും കേട്ടോ. ഇടയ്ക്ക് ബിസ്ക്കറ്റും പാലോ അല്ലെങ്കിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ ബ്രെഡും പാലും കൊടുക്കും. പിന്നെ കേക്ക് ഉണ്ടെങ്കിൽ കേക്ക് കൊടുക്കും. കപ്പ് കേക്ക് ഉണ്ടല്ലോ, അത് ഇടയ്ക്കൊരു സ്നാക്സ് ആയിട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അവൾക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞ് ഒരു 2-3 മണിക്കൂർ ടൈം ഇടവേള കൊടുത്തതിനായിട്ട് അടുത്ത ഇടയ്ക്ക് എന്തെങ്കിലും കൊടുക്കും, ഇടയ്ക്ക് വെള്ളം കൊടുക്കും. അപ്പം അവൾക്ക് ഫുഡ് കൊടുക്കുന്ന ടൈം ആകുമ്പം എൻ്റെ ഈ പണി ഞാൻ സ്റ്റോപ്പ് ചെയ്യും. കാരണം ആ പണി പിന്നെ ചെയ്യുള്ളൂ. അങ്ങനെ ആയിരിക്കുമല്ലോ ആ അമ്മയും ചെയ്യുന്നത്. ആ കുഞ്ഞിന് വേണ്ടുന്ന, കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് വിശക്കുന്നെന്ന് ഞങ്ങളോട് പറയാനറിയില്ല, ദാഹിക്കുന്നു എന്ന് പറയാനറിയില്ല, വെള്ളം വേണമെന്ന് പറയാനറിയില്ല. അപ്പം നമ്മളത് ടൈം നോക്കി ഒരു ഇടവേളയ്ക്ക് അനുസരിച്ച് നമ്മൾ കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പം അങ്ങനെ അത്രയും കെയർ എടുത്ത് കൊണ്ടുവന്ന കുഞ്ഞിനെ ഒരിക്കലും പറയരുത് കേട്ടോ, നിങ്ങൾ ഉപകാരം ചെയ്തില്ലേലും വേണ്ടിയില്ല, ഉപദ്രവിക്കരുത്. അത് എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. അപ്പം ഇന്നലെ ചേച്ചിയും പറയുമായിരുന്നു എന്തിനാണോ ആ കുഞ്ഞിനെ അങ്ങനെ പറയുന്നതെന്ന്. കാരണം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കാണാൻ ശരിക്കും സങ്കടം. കാരണം അവർക്ക് കൂടുന്ന എഫേർട്ട് എന്താണെന്ന് നമുക്ക് നല്ലതായിട്ട് അറിയാം കേട്ടോ. ഉറങ്ങാതെ ഞങ്ങളൊന്നും സമയത്ത് ആഹാരം കഴിക്കുന്നവരോ അല്ലാതെ സമയത്ത് ഉറങ്ങുന്നവരൊന്നും അല്ല. ഈ കുഞ്ഞുങ്ങൾ ഉറങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് ഉറങ്ങാൻ. ഈ കുഞ്ഞുങ്ങൾ ഉണരുമ്പോൾ ഞങ്ങൾ ഉറങ്ങും. ഈ കുഞ്ഞുങ്ങൾ കഴിച്ചിട്ട് വേണം ഞങ്ങൾ കഴിക്കുന്നത്. നിങ്ങളും അങ്ങനെ അല്ലെന്നല്ല കേട്ടോ പറയണേ. കാരണം ഇപ്പോൾ സംസാരിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന് അവർക്ക് പറയാൻ പറ്റില്ലേ. ഇപ്പം മിയമോൾക്ക് ഞാൻ അധികം കെയർ എടുക്കത്തില്ല, അത്ര കെയർ എടുക്കത്തില്ല. എന്നുവെച്ചാൽ അവൾക്ക് വായി തുറന്ന് പറയാറിയാതെ എന്നാൽ എനിക്കിങ്ങനെ വിശക്കുന്നത്, എനിക്ക് ഇന്നത് തിന്നാൻ വേണം, ഇന്നത് കുടിക്കാൻ വേണം എന്ന് ആ കുഞ്ഞിന് പറയാനറിയാം. പക്ഷെ ഇവൾക്ക് പറയാനറിയില്ല. അപ്പോൾ ഇവള് ശ്രദ്ധിച്ചേ വെക്കുള്ളൂ. അങ്ങനെ ആയിരിക്കില്ല ആ കുഞ്ഞുങ്ങളെ നോക്കുന്നത്. അപ്പം നിങ്ങൾ ഒരിക്കലും പറയരുത്, എൻ്റെ ഒരു റിക്വസ്റ്റാണ്. കാരണം സങ്കടമുണ്ട് കേട്ടോ. കാരണം നമ്മൾ പൊന്നെ പോലെ ആണ് ഇന്നല്ലെങ്കിൽ നാളെ ഈ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് നടക്കുന്ന ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഏത് സയൻസ് നടക്കില്ല, അങ്ങനെ നടക്കുക, ഈ അസുഖം വന്നിട്ട് നടക്കില്ല, ജന്മന ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ഫുള്ളായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ആവശ്യപ്പെട്ട് നടക്കില്ല എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല. അവൾ നടക്കും, അവൾ നടന്നേ ഒക്കൂ, അങ്ങനെ വിശ്വസിക്കുന്ന ആളാട്ടോ ഞാൻ. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കില്ല അവർ ഓരോ ഇച്ചിരി ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോ ഒക്കെ കാണുന്നതായിട്ട്. അപ്പോൾ എനിക്കും നല്ല വിഷമം വന്നു, എന്തിനിങ്ങനെ പറയുന്നു എന്നൊക്കെ ചോദിച്ചു. കാരണം എന്തിനാ സങ്കടപ്പെടുത്തുന്നത്? അല്ലാതെ തന്നെ ഒരു 100 കൂട്ടം സങ്കടങ്ങൾ ഞങ്ങളുടെ ഉള്ളിലുണ്ട് കുഞ്ഞുങ്ങളെ ഓർത്തിട്ട്. പിന്നെ ഇതും കൂടെ ഈ കുത്തുവാക്കുകൾ പറഞ്ഞുള്ള സങ്കടങ്ങളും ഇവിടെ വഴിക്ക് കൂടെ പ്ലീസ്, എൻ്റെ ഒരു റിക്വസ്റ്റ് ആട്ടോ. കാരണം പറ്റത്തില്ല, അത്രയും സഹിക്കാനുള്ള കട്ടിയൊന്നും ഇല്ലെന്നേ. പിന്നെ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കിതൊന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. എന്നെ പൊങ്കാലയിടാൻ വരരുത്. കാരണം സങ്കടമുണ്ട് കേട്ടോ. അത്ര അധികം എഫർട്ട് എടുത്തിട്ടായി കുഞ്ഞുങ്ങളെ നോക്കുന്നത്, ചുമ്മാ എന്ന് പറയില്ല. കാരണം നമ്മുടെയൊക്കെ വിഷമം നമ്മളെ കുഞ്ഞുങ്ങളുള്ളവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ അറിയില്ല. ആ എഫേർട്ടെന്ന് പറയുന്നത് വലിയ എഫേർട്ട് തന്നെ. പിന്നെ അങ്ങനെ പോകുന്നു. പിന്നെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. പിന്നെ പ്രാർത്ഥനയിൽ ഇങ്ങനെയുള്ള മക്കളെയും കൂടെ ഓർക്കുക. എൻ്റെ കുഞ്ഞിനെ മാത്രം ഓർക്കാൻ ഞാൻ പറയില്ല, ഇങ്ങനെയുള്ള ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. യൂട്യൂബ് വീഡിയോ ഇടുന്ന മക്കളുമുണ്ട്, യൂട്യൂബ് വീഡിയോ ഇടാത്ത കുഞ്ഞുങ്ങളും ഇഷ്ടം പോകുന്നവരുണ്ട്. ആ മക്കൾക്കെല്ലാം വേണ്ടി 1 മിനിറ്റ് 1 സെക്കൻഡെങ്കിലും ആ മക്കളെ ഒന്ന് പ്രാർത്ഥിക്കാനുള്ള കരുണയെങ്കിലും നിങ്ങൾ കാണിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ബോറടിപ്പിക്കുന്നത് ഇന്ന് ഇത്തിരി കൂടിപ്പോയി തോന്നുന്നുണ്ട്. അപ്പോൾ ബൈ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതെൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. ഇനി അതിൻ്റെ പേര് സബ്സ്ക്രൈബ് ചെയ്യാൻ ചോദിച്ചു എന്നുള്ളത് വേണ്ട കേട്ടോ, പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ. ആകാശം സുഖമായിട്ടിരിക്കുന്നു. ഷോർട്സ് ഒന്നും ഇടുന്നുണ്ട്, ലോങ് വീഡിയോ വല്ലപ്പോഴും ഇടുള്ളൂ കേട്ടോ.
അപ്പോൾ എൻ്റെ ചപ്പാത്തി പരത്തി കഴിഞ്ഞു. ഇനി ഞാനത് ഉണ്ടാക്കി കഴിക്കാൻ പോവാണ്. അപ്പോൾ ഉച്ചക്കത്തുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പരിപാടിയൊക്കെ നടക്കട്ടെ. എല്ലാവരും ദൈവം അനുഗ്രഹമായിട്ട് എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടെ സേഫായിട്ട് ഇരിക്കുക. ആർക്കും ഒരാപത്തും വരാതിരിക്കുക, പ്രത്യേകിച്ചും അസുഖങ്ങളൊന്നും വരാതിരിക്കട്ടെ. അത് എല്ലാം കഷ്ടമാണ് കേട്ടോ. അസുഖങ്ങളും രോഗങ്ങളൊന്നും ആർക്കും വരാതിരിക്കട്ടെ. അപ്പം ബൈ.